ഹലോ, ഞാൻ കിംബർലി റെസ്നിക് ആൻഡേഴ്സൺ ആണ്, ഒരു സർട്ടിഫൈഡ് സെക്സ് തെറാപ്പിസ്റ്റ്. ഇന്ന് യോനിയുള്ള ആളുകൾക്ക് എന്താണ് സാധാരണമെന്നും എന്തല്ലെന്നും ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുകയാണ്. യോനികൾ പൂർണ്ണമായും വ്യക്തിപരമാണ്. ഒരു യോനിയും മറ്റൊന്നിന് സമാനമല്ല. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക. മറ്റൊരാളുടെ യോനി എങ്ങനെ ഉണ്ടായിരിക്കുന്നുവോ അത് അവർക്ക് സാധാരണമാണ്. പക്ഷേ അത് നിങ്ങൾക്ക് സാധാരണമായിരിക്കണമെന്നില്ല. നിങ്ങളുടേത് തനതും യഥാർത്ഥവുമാണ്. സാധാരണമായ വ്യായാമം നല്ല യോനി പ്രവർത്തനം നിലനിർത്താൻ സഹായിക്കുന്നു. നടക്കലും ഓടലും പെൽവിക് ഫ്ലോർ പേശികളെ ടോൺ ചെയ്ത് നിലനിർത്താനും പൊതുവായ ആരോഗ്യം ഉറപ്പാക്കാനും സഹായിക്കുന്നു. ആർത്തവം അഥവാ മാസമുറ എന്നത് ഗർഭാശയത്തിന്റെ ആസ്തരണത്തിൽ നിന്ന് രക്തം പുറത്തുവരുന്ന ഒരു പ്രക്രിയയാണ്. ഇത് ഓരോ മാസവും കുറച്ച് ദിവസങ്ങൾ നീണ്ടുനിൽക്കും. പ്യൂബർട്ടി കാലത്താണ് നിങ്ങൾ ആദ്യമായി ആർത്തവം തുടങ്ങുന്നത്, സാധാരണയായി 12 മുതൽ 15 വയസ്സുവരെ. എന്നാൽ പെൺകുട്ടികൾ ഇപ്പോൾ കൂടുതൽ ചെറിയ പ്രായത്തിൽ തന്നെ ആർത്തവം ആരംഭിക്കുന്നുണ്ട്. അവരുടെ ശരീരം ലൈംഗികമായി പക്വതയെത്തിയിരിക്കാമെങ്കിലും മനസ്സങ്ങനെയല്ല. നിങ്ങളുടെ മെൻസ്ട്രുവൽ ചക്രമാണ് ഓരോ മാസവും ആർത്തവം വരാൻ കാരണമാകുന്നത്. ഇത് ശരീരത്തിലെ ഹോർമോണുകൾ നിയന്ത്രിക്കുന്നു. മെൻസ്ട്രുവൽ ചക്രത്തിന്റെ ലക്ഷ്യം ഗർഭധാരണത്തിന് ശരീരത്തെ തയ്യാറാക്കുക എന്നതാണ്. മിക്ക സ്ത്രീകളും 21 മുതൽ 35 ദിവസത്തിലൊരിക്കൽ, ഏകദേശം മാസത്തിലൊരു തവണ ആർത്തവം ലഭിക്കുന്നു. രക്തസ്രാവം 2 മുതൽ 7 ദിവസം വരെ നീണ്ടുനിൽക്കും. എല്ലാവരിലും ഇത് വ്യത്യസ്തമാണ്. നിങ്ങളുടെ ആർത്തവം എപ്പോഴും ഒരേ സമയത്ത് വരണമെന്നില്ല. സ്ട്രെസ്, ഭക്ഷണക്രമത്തിലെ മാറ്റം, അമിതമായ വ്യായാമം എന്നിവ മെൻസ്ട്രുവൽ ചക്രത്തെ ബാധിക്കും. യോനിസ്രാവം എന്നത് സ്ത്രീകളിൽ ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. യോനിയിലെയും സെർവിക്സിലെയും ഗ്രന്ഥികളിൽ നിന്ന് പുറപ്പെടുന്ന ദ്രവമാണ് യോനിസ്രാവം. ഈ ദ്രവം മരിച്ച കോശങ്ങളെയും ബാക്ടീരിയകളെയും ശരീരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്നു. യോനിസ്രാവം യോനിയെ വൃത്തിയായി നിലനിർത്താനും അണുബാധ തടയാനും സഹായിക്കുന്നു.